തൃശ്ശൂരിൽ 8 വയസ്സുകാരൻ ശംഖുവരയൻ പാമ്പിൻ്റെ കടിയേറ്റു മരിച്ചു. സഹോദരൻ ഹോസ്പിറ്റലിലാണ് ഗുരുതരാവസ്ഥയിൽ. ഈ ശംഖുവരയൻ്റെ പാമ്പിൻ്റെ കടിയേറ്റാൽ നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ മയങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. നമുക്കത് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയില്ലാതെ നമ്മൾ മയങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ വീടും പരിസരങ്ങളും വളരെ വൃത്തിയായി സൂക്ഷിക്കുക. ചെടികളും കാര്യങ്ങളും ഒന്നും പടർത്താതെ അത് പരമാവധി ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൂടാണ്. നമ്മുടെ ജനൽ തുറന്നിടുമ്പോൾ രാത്രി കിടക്കാൻ നേരം നമ്മുടെ പായയും തലങ്ങണിയും എല്ലാം കൊട്ടിക്കുടഞ്ഞ് ക്ലീൻ ചെയ്ത് അത് സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കിടക്കുക, നമ്മുടെ പിള്ളേരെ കിടത്തുക. പിന്നെ കട്ടിൻ്റെ അടിയിലാണെങ്കിൽ നമ്മൾ പിള്ളേരുടെ ഡ്രസ്സ് ഇട്ട് ബോക്സുകളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതും പെട്ടെന്ന് അത് മാറ്റുക. പിന്നെ നമ്മുടെ ചുമരിനോട് ചേർത്ത് കട്ടിൽ പരമാവധി ഇടാതിരിക്കുക. ജനലും ചുമരിനോടൊക്കെ ചേർത്ത് പരമാവധി കട്ടിലിടാതിരിക്കുക. ഈ ശംഖുവരയൻ എന്ന പാമ്പ് ചുവർപ്പാമ്പ് എന്ന് പറയുന്നൊരു പാമ്പിനെ പിടിക്കാൻ നമ്മുടെ അകത്തോട്ട് കയറാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ ചുവർപ്പാമ്പ് പല്ലിനെ പിടിക്കാനാണ് കൂടുതലും നമ്മുടെ അകത്തോട്ട് വരുന്നത്. അപ്പോൾ ചുവർപ്പാമ്പിനെ പിടിക്കാൻ ഈ ശംഖുവരയൻ എന്ന പാമ്പ് വരും. ഇതൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുറ്റവും നമ്മുടെ ജനലിൻ്റെ അരികും ഒക്കെ മണ്ണെണ്ണയോ ഡീസലോ വെളുത്തുള്ളി, പണ്ടുള്ള ആൾക്കാർ വെളുത്തുള്ളി ചതച്ച് ഒഴിക്കും. അതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് സുരക്ഷിതരാകുക. ചൂടാണ്. ഇഴജന്തുക്കളൊക്കെ തണവ് തേടി അലയുന്ന ടൈമാണ്. അവരുടെ പൊത്തിലൊക്കെ ഇരിക്കാൻ പറ്റാത്ത അത്രയും ചൂടുണ്ട്. മനുഷ്യരായ നമ്മൾക്ക് പോലും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുക. വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളതാണ്, എല്ലാവരും ശ്രദ്ധിക്കുക.